ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലെമോൻ 2-ാം വാക്യം. ഫിലെമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹഭടനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. ദൈവരാജ്യ കെട്ടുപണിക്ക് അനുയോജ്യവും വിശ്വസ്തരും നീതിമാന്മാരുമായ സഹപ്രവർത്തകരെ അനിവാര്യമാണ് എന്ന് അറിയിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് ഫിലെമോൻ. ഇതൊരു കാരാഗ്രഹ ലേഖനമായി കരുതുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയതിൽ ഏറ്റവും ചെറിയൊരു ലേഖനമാണ് ഇത്. പൗലോസിന്റെ മറ്റു ലേഖനങ്ങളെ അപേക്ഷിച്ച് അതുല്യമായൊരു സ്ഥാനം ഈ ലേഖനത്തിനുണ്ട്. കാരണം ഈ ലേഖനം ഫിലെമോന് വേണ്ടി എഴുതിയ സ്വകാര്യ കത്ത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഫിലെമോൻ 1-2 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോഥെയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലെമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹഭടനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത് എന്ന്. ഇക്കൂട്ടത്തിൽ പേര് എടുത്തു പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പിയ. ഈ പേരിൻ്റെ അർത്ഥം സ്നേഹമുള്ളവൾ, പ്രിയങ്കരി, അനുകമ്പയുള്ള സ്ത്രീ എന്നിവയൊക്കെയാണ്. എന്നാൽ സഹോദരിയായ അപ്പിയ എന്നാണ് പൗലോസ് അഭിസംബോധന ചെയ്യുന്നത്. അതിനാൽ അപ്പിയയും ക്രിസ്തീയ ശുശ്രൂഷയിൽ പ്രഥമ പങ്ക് വഹിച്ചിരുന്ന ഒരു പ്രഥമ വനിത തന്നെ ആയിരുന്നിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയിൽ സ്ത്രീകൾക്കും തുല്യ പങ്കാളിത്തം നൽകിയിരുന്നു. പുരുഷന്മാർക്ക് മുകളിലോ അവർക്ക് താഴെയോ അല്ല, പുരുഷന്മാർക്ക് തുല്യമായ നിലയിലാണ് സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ പൗലോസിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യപ്പെട്ടിരുന്ന സ്ത്രീകളെല്ലാവരും തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും വഹിച്ചിരിക്കാം. ഫിലെമോൻ എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഫിലെമോനെ മാത്രമല്ല സ്ത്രീയായ അപ്പിയയെയും ഉൾപ്പെടുത്തിയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ അപ്പിയ ഫിലെമോന്റെ സഹോദരിയോ ഭാര്യയോ വിശ്വാസിയോ എന്നതിൽ വ്യക്തമായ തെളിവുകൾ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അപ്പിയ ഫിലെമോന്റെ ഭാര്യയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഫിലെമോന്റെ വീട്ടിലെ സഭയിൽ അപ്പിയയ്ക്കും വളരെ പ്രധാനമായ ഒരു പങ്കുണ്ടായിരുന്നു. ഇതിലൂടെ ആദിമസഭയിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന ആത്മീയ ഉത്തരവാദിത്വവും പങ്കാളിത്തവും വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതിരുകളില്ലാതെ സ്നേഹിക്കുകയും കരുതുകയും തടസ്സങ്ങളിൽ വ്യാകുലപ്പെടുകയും ശക്തമായ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് സ്ത്രീകൾ. ഓരോ സ്ത്രീയിലും അന്തർലീനമായ ആത്മീക ശക്തിയാണ് ഇത്. അങ്ങനെ ഓരോ സ്ത്രീകൾക്കും ദൈവം സ്വതസിദ്ധമായി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം. നമ്മുടെ ഭവനവും തൊഴിലിടങ്ങളും സഭയും സമൂഹത്തിലുമെല്ലാം സുവിശേഷ സംവേദനത്തിൻ്റെ ഇടങ്ങളായി നാം മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ഭവനവും തൊഴിലിടങ്ങളും ഇത്തരത്തിൽ ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളായി മാറ്റപ്പെടണം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ നമുക്ക് സാധിക്കുമോ? വളരെ കുറച്ച് അറിവുകൾ മാത്രമേ അപ്പിയയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നുള്ളൂ. എങ്കിലും വളരെ വലിയ ശുശ്രൂഷ നിർവഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അപ്പിയ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. ഇത്തരത്തിൽ ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തിരുനാമ മഹത്വത്തിനായി ഒരു ദീപം പോലെ ശോഭിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. ആമേൻ.